ഞാൻ ഷാലു വിനു. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഐബ്രോ ട്യൂട്ടോറിയൽ ആണ്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമ്മുടെ ഐബ്രോ അല്ലെങ്കിൽ നമ്മുടെ പുരികങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വരച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. അതിന് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും പൊടിക്കൈകളും ഒക്കെ ഉണ്ട്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക, അപ്പോഴേ നമുക്ക് പ്രോപ്പറായിട്ട് അത് കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ അടിപൊളി ഐബ്രോ ലുക്ക് വരുത്തുന്നതെന്ന്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നത് മാക്കിൻ്റെ ഡിപ്പ് ഡൗൺ ആണ്, പ്രോ ലോങ് വേ ഫ്ലൂയിഡ് ലൈൻ. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇനി ഞാനിവിടെ നിക്സിൻ്റെ ഒരു ഐബ്രോ ബ്രഷാണ് ഇന്ന് ഈ ഐബ്രോ ട്യൂട്ടോറിയലിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ മാക് ഡിപ്പ് ഡൗണിലേക്ക് ഒരു ആങ്കിൾ ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഐബ്രോയുടെ ഔട്ടർ ലൈൻസ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ആദ്യം മുകളിലത്തെ ഭാഗം ഒന്ന് ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് താഴത്തെ ഭാഗവും ഔട്ടർ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കണം. ഞാൻ നാച്ചുറലി പോകുന്ന ആ ഒരു ലൈനിലൂടെ മാത്രമാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഐബ്രോയുടെ ഷേപ്പ് കിട്ടുകയും ചെയ്യും, ഒരുപാട് ഡ്രാമാറ്റിക്കൽ ഫീലും വരില്ല. പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ലൈറ്റായിട്ടൊന്ന് ആ ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. മുകളിലേക്ക് ആ ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്താൽ മതിയാവും. നമ്മളെപ്പോഴും ഐബ്രോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരിക്കലും ഒരുപാട് കട്ടിയിൽ എഴുതാൻ പാടില്ല. അപ്പോഴേ നമുക്കൊരു നാച്ചുറൽ ലുക്ക് വരില്ല. അങ്ങനെ എഴുതുകയാണെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമുക്ക് നടുവിലുള്ള ഭാഗമൊക്കെ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. then ബ്രഷ് വെച്ചിട്ട് നമുക്കിതൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. സോ ബേസിക്കലി നമ്മൾ ഐബ്രോയുടെ മുകളിലത്തെയും താഴത്തെയും ഔട്ടർ ലൈൻ ഒരു ബ്രഷ് വെച്ച് നമ്മളൊന്ന് വരച്ചിട്ട് ഉള്ളിലുള്ള ഭാഗം ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. മുകളിലേക്കായിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ആർച്ച് സൈഡ് കറക്റ്റായിട്ട് എവിടെയാണെന്ന് നോക്കണം. എല്ലാവരുടെയും ഐബ്രോയിൽ പറ്റുന്നൊരു പ്രശ്നം അതാണ്, രണ്ടും രണ്ട് ഷേപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളൊരു ത്രെഡ് വെച്ചിട്ട് ആദ്യം ഒരു ഐബ്രോ എഴുതിയതിന് ശേഷം അതിൻ്റെ കറക്റ്റായിട്ട് ആ ആർച്ച് എവിടെയാണ് വരുന്നതെന്ന് ഒന്ന് ലൈറ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ മാത്രം നമ്മൾ ഔട്ടർ ലൈൻ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് രണ്ട് ഐബ്രോയും ഒരേപോലെ തന്നെ കിട്ടും. ഇപ്പം ഞാൻ ഈ ഐബ്രോയും ഇതേപോലെ ഔട്ടർ ലൈൻ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഉള്ളിലുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഐബ്രോയുടെ സ്റ്റാർട്ടിങ്ങിൽ ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ആ ബ്രഷ് വെച്ചിട്ട് മുകളിലേക്കൊന്ന് ടച്ച് ചെയ്ത് വിടുന്നേ ഉള്ളൂ. ഞാൻ നടുവിലുള്ള ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലെ ഐബ്രോയിൽ ഒരു കട്ടുണ്ട്, അപ്പോൾ ആ ഒരു പാർട്ട് ഞാൻ എപ്പോഴും ഫില്ല് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഐബ്രോയൊക്കെ കറക്റ്റായിട്ടൊന്ന് പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഈ ഐബ്രോ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ നിക്സിൻ്റെ HD സ്റ്റുഡിയോ ഫോട്ടോജനിക് കൺസീലർ എടുക്കുകയാണ്. ഈ കൺസീലർ നമുക്ക് ഐബ്രോയുടെ കറക്റ്റ് മുകളിലായിട്ടും അതേപോലെ തന്നെ ഐബ്രോയുടെ താഴെയായിട്ടും ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. സോ നമ്മളിങ്ങനെ ഈ കൺസീലർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഐബ്രോയുടെ ഷേപ്പ് കാണാൻ പറ്റും. അതിനുശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ സ്കിന്നിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്പെഷ്യലി നമ്മൾ ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണിത്. അപ്പോഴേ നമുക്ക് ഐ മേക്കപ്പ് അതേപോലെ തന്നെ ഐബ്രോയും കറക്റ്റായിട്ട് ഡിഫറെൻ്റായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുള്ളൂ. നല്ലതുപോലെ അതൊന്ന് എൻഹാൻസ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്.
സോ നമ്മളിങ്ങനെ ഈ കൺസീലർ വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രോപ്പറായിട്ട് ആ ഒരു ആർച്ച് ഷേപ്പിൽ നമ്മളുടെ ഐബ്രോ കറക്റ്റായിട്ട് അവിടെ എൻഹാൻസ് ചെയ്ത് കാണിക്കും. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഈ 2 ട്രിക്കിലൂടെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐബ്രോ ലുക്ക് റെഡിയാക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബ്രൗൺ കളർ ഐ ഷാഡോ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഇനി ഒന്ന് ടാഗ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.